എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പപ്പായ വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്, ഒഴിച്ചുകറിയാണ് കാണിക്കുന്നത്. വളരെ ചെറിയ വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ആദ്യം തൊട്ട് അവസാനം വരെ കാണണം, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഇതിനകത്ത് ഞാൻ കുറച്ച് പരിപ്പ് മാത്രമാണ്, തുവരപ്പരിപ്പ്, സാമ്പാറിലൊക്കെ ഇടില്ലേ, ആ പരിപ്പ് മാത്രമാണ് ചേർക്കുന്നത്. പിന്നെ പപ്പായ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം, തൊലിയൊക്കെ കളഞ്ഞ് കഴുകി. പിന്നെ ഇതിനകത്തൊരു ചെറിയ അരപ്പുണ്ട്, പച്ച അരച്ചാണ് വെക്കുന്നത്, വറുത്തരച്ചൊന്നുമല്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾ നിശ്ചയമായിട്ടും ഉണ്ടാക്കി നോക്കണം. നമുക്ക് അധികം സമയമില്ല, പെട്ടെന്നൊരു ഒഴിച്ചുകറി വെക്കണമെങ്കിൽ പറ്റിയൊരു കറിയാണ്. പിന്നെ പപ്പായ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടില്ല, ഇവിടെയൊക്കെ സുലഭമായിട്ടുണ്ടാകുന്ന ഒരു വെജിറ്റബിളാണ്. പിന്നെ ഗുണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു പടി മുകളിലാണ്, നമ്മൾ വാങ്ങിക്കുന്ന മറ്റുള്ള പച്ചക്കറികളെക്കാളും ഗുണകരമാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം, വരൂ. ഒരു പപ്പായ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് കഴുകി വലിയ കഷ്ണങ്ങളാക്കി, ഒരുവിധം വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഫുൾ എടുത്തില്ല, പകുതിയേ എടുത്തിട്ടുള്ളൂ. ഇത് പരിപ്പ്, തുവരപ്പരിപ്പ്, നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന പരിപ്പാണ്. അത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കറിൽ വെള്ളം വെച്ച് അതൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഈ പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തു. പരിപ്പ് നല്ലപോലെ വെള്ളത്തിൽ കിടന്നൊന്ന് തിളയ്ക്കട്ടെ. പക്ഷേ തിളച്ച് പുറത്തേക്ക് തൂവി പോവാതിരിക്കാൻ ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന പപ്പായയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് നെടുകെ കീറി അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഇത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുക്കർ അടച്ചു വെച്ച് ഒരു വെയിറ്റൊക്കെ ഇട്ട് കൊടുത്ത് 2 വിസിൽ വരുത്തുക. കറിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. 1/2 കപ്പ് തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ജീരകമാണ്. ജീരകം ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, ഇത്രയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ വെളുത്തുള്ളിയുടെയൊക്കെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ലാത്തവർ അതനുസരിച്ച് ചേർത്താൽ മതി. ചെറിയ ഉള്ളിയും 1 പച്ചമുളകും ഞാനിവിടെ ചേർത്തിട്ടുള്ളൂ. ഇത് നല്ലതുപോലെ തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. പച്ചമുളക് അല്പം പഴുത്തു പോയി, അതിന് കുഴപ്പമൊന്നുമില്ല, അതെടുത്താൽ മതി. എടുത്തു വെച്ച കുക്കറിലെടുത്ത പരിപ്പും പപ്പായ കഷ്ണങ്ങളും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പ് ഇതുവരെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി തിളച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കറിയുടെ കൂട്ട് ഒരു ചട്ടിയിലേക്ക് മാറ്റി അതിലേക്ക് നമ്മൾ തരിതരിപ്പായിട്ട് അരച്ച് വെച്ചിരുന്ന തേങ്ങ ചേർത്ത് കൊടുത്തു. ഒന്നിളക്കി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ഈ കറിക്ക് എത്രത്തോളം ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം പോലെ ആക്കിയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരുവിധം ഒരു മീഡിയം ഇതിൽ തന്നെ വെച്ചാലാണ് നല്ലത്. ഇന്നിപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഒരു ചെറിയൊരു പാൻ വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ 2 ചെറിയുള്ളിയും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയാണ് എടുത്ത് വെച്ചിരുന്നത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതെടുത്ത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം കുറച്ച് സമയം. അത് കഴിഞ്ഞിട്ട് എടുത്ത് സെർവ് ചെയ്യാം. ഇത്രയും ക്വാണ്ടിറ്റി കൊണ്ട് ഒരു 4 പേർക്കൊക്കെ കഴിക്കാനുള്ള കറിയുണ്ട്.
ഞാൻ ഉണ്ടാക്കിയ പപ്പായ വെച്ചിട്ടുള്ള കറി നിങ്ങൾ കണ്ടല്ലോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. സ്വാദിൻ്റെ കാര്യത്തിൽ ഒരു പടി മുകളിലാണ്. ആരോഗ്യത്തിനും നല്ലതാണ്. പപ്പായ എല്ലാവർക്കും അറിയാം, ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം, മറക്കണ്ട. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ വേണം. അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.